കറണ്ട് അഫയേഴ്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ഇതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും നിങ്ങൾ സിലബസിൽ കണ്ടിട്ടുണ്ടാവും. ഇതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും ചോദിക്കുന്നത് 20 ചോദ്യങ്ങൾ. ബാക്കിയുള്ള 80 ചോദ്യങ്ങളായിരിക്കും സബ്ജക്റ്റിലെ ചോദ്യങ്ങൾ. പക്ഷെ ഈ 20 എണ്ണം നമ്മൾ വളരെ കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എന്ന് വെച്ച് നാച്ചുറൽ സയൻസ് പഠിക്കേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. ഇത് കുറച്ചുകൂടെ ശ്രദ്ധയോടുകൂടി തന്നെ പഠിക്കണം. നിങ്ങൾക്ക് അതിനുള്ള സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ താഴെയുള്ള ആൾക്കാരോടോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ചെറിയ കുട്ടികളോടൊക്കെ ദിവസവും പേപ്പർ വായിച്ച് ഇത് എഴുതാൻ പറയാം. അപ്പൊ അങ്ങനെ ആവുമ്പോഴും കുറെ കറണ്ട് അഫയേഴ്സ് നമ്മുടെ മുമ്പിൽ കൂടെ കടന്നു പോകും. നമസ്കാരം, എൻട്രിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് HSA നാച്ചുറൽ സയൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ PYQ കഴിഞ്ഞ പരീക്ഷയ്ക്ക് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷനിലേക്കാണ് പോകുന്നത്. ഇതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ആദ്യത്തെ 20 ചോദ്യങ്ങൾ ജനറൽ പേപ്പർ ആയിരിക്കും. പിന്നെ രണ്ടാമത്തെ സെറ്റ് എന്ന് പറയുന്നത് കോർ സബ്ജക്ട്, അതായത് നമ്മുടെ സബ്ജക്ട് ബയോളജി ആയിരിക്കും, നാച്ചുറൽ സയൻസ്. അപ്പോൾ ഈ ആദ്യത്തെ 20 ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, നമ്മുടെ റിനേസൻസ്, കറണ്ട് അഫയേഴ്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ഇതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും നിങ്ങൾ സിലബസിൽ കണ്ടിട്ടുണ്ടാവും. ഇതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും ചോദിക്കുന്നത് 20 ചോദ്യങ്ങൾ. ബാക്കിയുള്ള 80 ചോദ്യങ്ങളായിരിക്കും സബ്ജക്റ്റിലെ ചോദ്യങ്ങൾ. ഈ 20 ചോദ്യങ്ങൾ വളരെ 20 ചോദ്യങ്ങളല്ലേ, നമുക്ക് 80 ചോദ്യം നമ്മുടെ സബ്ജക്റ്റിലല്ലേ, നമുക്ക് അത് ആൻസർ ചെയ്താൽ റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റുമല്ലോ എന്നൊരു വിചാരത്തോടുകൂടി ആരും ഈ 20 ചോദ്യത്തെ സമീപിക്കേണ്ട. കാരണം നമ്മുടെ റാങ്ക് മേക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് മിക്കവാറും ഇതിനകത്ത് നിന്നായിരിക്കും. ഇതായിരിക്കും ബാക്കിയുള്ള 80 ചോദ്യങ്ങൾ പെട്ടെന്ന് തന്നെ നാച്ചുറൽ സയൻസുകാർക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷെ ഈ 20 എണ്ണം നമ്മൾ വളരെ കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എന്ന് വെച്ച് നാച്ചുറൽ സയൻസ് പഠിക്കേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. ഇത് കുറച്ചുകൂടെ ശ്രദ്ധയോടുകൂടി തന്നെ പഠിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കരുത്. ഈ ചോദ്യങ്ങൾ നിങ്ങൾ പഠിക്കണം. ഇതിനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇന്ന് മുതൽ കറണ്ട് അഫയേഴ്സിൽ നിങ്ങൾക്ക് നല്ല പ്രാവീണ്യം ഉണ്ടായിരിക്കണം. അപ്പൊ എന്നും ദിവസവും പേപ്പർ വായിക്കുക, പേപ്പറിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോട്ട് ചെയ്യുക. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് അതിനുള്ള സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ താഴെയുള്ള ആൾക്കാരോടോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ചെറിയ കുട്ടികളോടൊക്കെ ദിവസവും പേപ്പർ വായിച്ച് ഇത് എഴുതാൻ പറയാം. അപ്പൊ അങ്ങനെ ആവുമ്പോഴും കുറെ കറണ്ട് അഫയേഴ്സ് നമ്മുടെ മുമ്പിൽ കൂടെ കടന്നു പോകും. അപ്പൊ അവർക്കും ഒരു ഗുണമാവും, നമുക്കും ഒരു ഗുണമാവും. അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. 20 ചോദ്യങ്ങളേ ഉള്ളൂ. ആ 20 ചോദ്യങ്ങൾ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. എപ്പോഴും നിങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ എന്താ നിങ്ങളുടെ കയ്യിൽ വേണ്ടത്? തീർച്ചയായും നിങ്ങളുടെ കയ്യിൽ സിലബസ് ഉണ്ടായിരിക്കണം. അപ്പൊ സിലബസ് എടുത്തു വെച്ച് വേണം നിങ്ങൾ പഠിച്ചു തുടങ്ങാനായിട്ട്. സിലബസ് ഉണ്ടായിരിക്കണം. 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ മലയാളം മീഡിയത്തിലെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരിക്കണം. 11ന്റെയും 12ന്റെയും മലയാളം ടെക്സ്റ്റ് ബുക്കും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞ് വേണം നമ്മൾ പഠിത്തം ആരംഭിക്കാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ PYQ ഡിസ്കഷൻ നടത്തുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതൊക്കെയാണ് ചോദ്യങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരിക. നിങ്ങൾക്ക് കൃത്യമായൊരു ധാരണ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ കൃത്യമായ ധാരണ ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്ന് മനസ്സിലായാൽ നമുക്ക് ആ രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് അതിന് വേണ്ട ഗൈഡൻസ് തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും. എപ്പോഴും പറയാറുള്ള പോലെ എൻട്രി നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങളും ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കുക. അപ്പൊ നമുക്ക് വിജയം വളരെ എളുപ്പത്തിൽ കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റും. ചോദ്യത്തിലേക്ക് കടക്കാം. ഞാൻ പത്മശ്രീ രാധാകൃഷ്ണൻ. ഒന്നാമത്തെ ചോദ്യം, ഹു വാസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് SNDP യോഗം? ശ്രീ നാരായണ ധർമ്മ പരിപാല യോഗത്തിന്റെ ഫസ്റ്റ് പ്രസിഡന്റ് ആരാണ്? അറിയാലോ നമുക്കല്ലേ. മഹാനായ ശ്രീനാരായണ ഗുരു ആണ്. ഡോക്ടർ പൽപ്പു, കുമാരനാശാൻ, ശ്രീനാരായണ ഗുരു, നടരാജ ഗുരു. ആരാണ്? ശ്രീനാരായണ ഗുരു ആണ് SNDP യോഗത്തിന്റെ ഫസ്റ്റ് പ്രസിഡന്റ്. SNDP യോഗത്തിന്റെ ഫസ്റ്റ് പ്രസിഡന്റ് ആരാ? ശ്രീനാരായണ ഗുരു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹു ഫൗണ്ടഡ് വിദ്യാപോഷിണി സഭ? അയ്യങ്കാളി, സഹോദരൻ അയ്യപ്പൻ, സ്വാതി തിരുനാൾ, വൈകുണ്ഠ സ്വാമികൾ. PSC ഡിസ്കാർഡ് ചെയ്ത ചോദ്യമാണിത്. PSC ഇങ്ങനത്തെ ഈ കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ കുറച്ച് ചോദ്യങ്ങൾ ഡിസ്കാർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൊരു ചോദ്യമാണിത്. അതുകൊണ്ടാണ് ഇതിന്റെ ആൻസർ പറയാത്തത്. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, വിദ്യാപോഷിണി സഭ സഹോദരൻ അയ്യപ്പനാണ്. എന്നാലും നിങ്ങൾ ഡിസ്കാർഡ് ചെയ്ത ചോദ്യം ആയതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. Which upheaval was held against American model proposed by Sri C.P. Ramaswamy Iyer? പുന്നപ്ര വയലാർ upheavals, വൈക്കം സത്യാഗ്രഹ, ഗുരുവായൂർ സത്യാഗ്രഹ, പാലിയം സത്യാഗ്രഹ. ഇതൊക്കെ പഠിക്കണം അല്ലേ? ഈ സത്യാഗ്രഹങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയണം. അപ്പോൾ ഇതിനകത്ത് ഉത്തരം എന്താണ്? പുന്നപ്ര വയലാർ സമരം. കേട്ടിട്ടുണ്ടല്ലേ? പുന്നപ്ര വയലാർ upheavals. ഇതാണ് അതിന്റെ ഉത്തരം. ഓപ്ഷൻ A ആണ് റൈറ്റ് ആൻസർ. Who was considered as the grand old man of Kerala? ആരാണ് ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് കേരള? ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ?
ഈ ചോദ്യങ്ങളൊക്കെ തന്നെ ഇംഗ്ലീഷിലാണ്. അപ്പൊ ആദ്യത്തെ 20 ചോദ്യങ്ങൾ ഇംഗ്ലീഷിലായിരിക്കും, പിന്നത്തെ 80 ചോദ്യങ്ങൾ മലയാളത്തിലായിരിക്കും. പിന്നെ ഇംഗ്ലീഷിലാണ്, അപ്പൊ കഷ്ടപ്പെട്ട് മലയാളത്തിലേക്കാക്കി പഠിക്കുകയൊന്നും വേണ്ട. അപ്പൊ ഇത് ശ്രദ്ധിക്കുക. ഹു വാസ് കൺസിഡേർഡ് ആസ് ദ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് കേരള? പി കൃഷ്ണപിള്ളെ, കെ കേളപ്പൻ, ആർ കെ ചാത്തൻ മാസ്റ്റർ, കെ പി കേശവമേനോൻ. ആരാണ്? കെ പി കേശവമേനോനാണ് ഗ്രാൻഡ് ഓൾഡ് മാസ്റ്റർ ഓഫ് കേരള എന്നറിയപ്പെടുന്നത്. കെ പി കേശവമേനോൻ. അടുത്ത ചോദ്യം. Name the leader of the Renaissance was ousted from the caste for the reason of attending the Ahmedabad Congress session of 1921. ഞാൻ പറഞ്ഞില്ലേ, റിനേസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ് എന്ന് കഴിഞ്ഞ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോ സെക്ഷനിൽ നിന്നും റിനേസൻസ് നിന്ന് ഫ്രീഡം മൂവ്മെന്റ് 5 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് 5 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ സിലബസ് നോക്കിക്കോളുക, അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞ പ്രകാരം തന്നെയായിരിക്കും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവുക. അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ 5 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് അറിയണം. ആരാണ്? മന്നത്ത് പത്മനാഭൻ, ടി കെ മാധവൻ, വി ടി ഭട്ടതിരിപ്പാട്, അയ്യങ്കാളി. ആരാണ്? വി ടി ഭട്ടതിരിപ്പാട്. അറിയാലോ അല്ലെ, വി ടി ഭട്ടതിരിപ്പാടിനെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നൊക്കെ പുസ്തകം രചിച്ച വി ടി ഭട്ടതിരിപ്പാടാണ് ഉത്തരം. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ് ഹാസ് നോട്ട് ബീൻ റിട്ടൺ ഇൻ ദ പ്രിയാമ്പിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖം, പ്രിയാമ്പിള് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ. സോവറിൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, അതല്ലേ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സോവറിൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് ഈ വാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇന്ത്യൻസ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ് ഹാസ് നോട്ട് ബീൻ റിട്ടൺ ഇൻ ദ പ്രിയാമ്പിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻസ്. ഞാൻ പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂഷനിൽ 5 ചോദ്യം ഉണ്ടായിരുന്നു. ഇതൊരു ചോദ്യമാണ് കോൺസ്റ്റിറ്റ്യൂഷനിലെ. പ്രിയാമ്പിളിൽ പറഞ്ഞിട്ടില്ലാത്ത വേർഡ് ഏതാണ്? ഇന്ത്യൻസ് എന്ന വാക്കാണ് പ്രിയാമ്പിളിൽ പറഞ്ഞിട്ടില്ലാത്തത്. അടുത്ത ചോദ്യം. The directive principle has been taken from the constitution of Britain, Canada, America, Ireland. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പഠിക്കണം. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളതെന്നാണ്, ഏത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? ഏത് കോൺസ്റ്റിറ്റ്യൂഷനാണ് എടുത്തിട്ടുള്ളത്? അയർലൻഡിന്റെ കോൺസ്റ്റിറ്റ്യൂഷനാണ് എടുത്തിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. A writ issued to secure the release of a person found to be detained illegally is mandamus, habeas corpus, certiorari, prohibition. നമുക്കറിയാം ഇന്ത്യയിലെ പ്രധാനമായിട്ടും 5 റിട്ടുകളാണുള്ളത് അല്ലെ. ഏതൊക്കെയാണ്? 1 മാൻഡമസ്, 2 ഹേബിയസ് കോർപ്പസ്, 3 സെർഷ്യോറി, 4 പ്രൊഹിബിഷൻ, 5 കോ വാറന്റോ. ഇതില് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള റിട്ട് എന്ന് പറയുന്നത് ഹേബിയസ് കോർപ്പസ് ആണ്. കാരണം സീരിയലിലും സിനിമയിലും ഒക്കെ സ്ഥിരമായിട്ട് പറയുന്നുണ്ട്, അന്യായമായി പിടിച്ചു വെച്ച ആളെ വിട്ടുകിട്ടുന്നതിനുള്ള റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. മിക്കവാറും സിനിമയിലും സീരിയലിലും ഒക്കെ ഉണ്ടാവും അല്ലെ. ആരെങ്കിലും ആയിട്ട് ഇഷ്ടമായിരിക്കും, പെൺകുട്ടിയുടെ വീട്ടുകാര് പെൺകുട്ടിയെ അന്യായമായി തടങ്കലിൽ വെച്ചു എന്ന് പറഞ്ഞ് ആൺകുട്ടി കൊടുക്കുന്ന ഇതൊക്കെ ആയിട്ട് നമ്മൾ മിക്കവാറും സീരിയൽസിലൊക്കെ കാണും. ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യുന്നു. അതേ ഹേബിയസ് കോർപ്പസ് തന്നെയാണ് ഇവിടെ. 5 റിട്ടുകളാണ് പ്രധാനമായിട്ടുള്ളത്. ഇതും നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. റിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആണ് കേട്ടോ. മാൻഡമസ്, ഹേബിയസ് കോർപ്പസ്, സെർഷ്യോറി, പ്രൊഹിബിഷൻ ആൻഡ് കോ വാറന്റോ, ഇതാണ് 5 റിട്ടുകൾ ആയിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. A money bill passed by Lok Sabha can be held up by the Rajya Sabha for how many weeks? 2, 3, 4, 5. Money bill passed by the Lok Sabha. Lok Sabha പാസ്സാക്കുന്ന മണി ബില്ല് എത്ര ആഴ്ചത്തേക്ക് ഹെൽഡ് ചെയ്യാൻ പറ്റും രാജ്യസഭയ്ക്ക് എന്നാണ് ചോദ്യം. 2 ആഴ്ചയാണ് ഉത്തരം. ഓപ്ഷൻ എ 2 is the right answer. 10ാമത്തെ ചോദ്യം. After the general election, the pro term speaker is elected by the Lok Sabha, B. appointed by the President of India, C. appointed by the Chief Justice of the Supreme Court, D. the senior most member of the Lok Sabha. ഇവിടെ ഈ ചോദ്യത്തിന് ഉത്തരവില്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ. ദ പ്രോ ടേം സ്പീക്കർ എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ട് ഫോർ ദ ടൈം ബീയിങ് എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. പ്രോ ടേം സ്പീക്കർ ലോക്സഭയിലെ സീനിയർ മെമ്പർ ആയിരിക്കും. മോസ്റ്റ്ലി ലോക്സഭയിലെ സീനിയർ മെമ്പർ തന്നെയായിരിക്കും പ്രോ ടേം സ്പീക്കർ. അദ്ദേഹത്തെ ഇലക്ട് ചെയ്യുന്നത് പ്രസിഡന്റ് അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുമായിരിക്കും. ഗവർണർ ഓർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് അത് അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇലക്ടഡ് ബൈ ദ ലോക്സഭ, അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, അപ്പോയിന്റഡ് ബൈ ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ദ സുപ്രീം കോർട്ട്, ദ സീനിയർ മോസ്റ്റ് മെമ്പർ ഓഫ് ദ ലോക്സഭ. ഇവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്.
അതുകൊണ്ട് ഈ ചോദ്യവും PSC ഒഴിവാക്കിയതാണ്. ആഫ്റ്റർ ദ ജനറൽ ഇലക്ഷൻ, പ്രോട്ടേം സ്പീക്കർ എന്ന് പറഞ്ഞാൽ സ്പീക്കർ ഫോർ ദ ടൈം ബീങ്, അത് സ്പീക്കർ വരുന്നതിന് മുമ്പായിട്ട് ഉള്ള ഒരു ആ സമയത്തേക്ക് മാത്രം താൽക്കാലികമായ ആളാണ് പ്രോട്ടേം സ്പീക്കർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയും കറക്റ്റ് ഉത്തരവില്ല, PSC ഒഴിവാക്കിയ ചോദ്യമാണിത് കേട്ടോ. 11ാമത്തെ ചോദ്യം, വിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിസൈഡഡ് ടു സ്റ്റാർട്ട് വേൾഡ്സ് ലാർജസ്റ്റ് ഫ്ലോട്ടിംഗ് സോളാർ പ്രോജക്ട് ബൈ 2023? ലോകത്തിലെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് സോളാർ പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് തീരുമാനിച്ചത്? ഓപ്ഷൻ എ തമിഴ്നാടു, ഓപ്ഷൻ ബി വെസ്റ്റ് ബംഗാൾ, ഓപ്ഷൻ സി കർണാടക, ഓപ്ഷൻ ഡി മധ്യപ്രദേശ്. ഏതാണ്? മധ്യപ്രദേശ് ആണ് ശരിയായ ഉത്തരം. Justice Hima Kohli has become the first woman Chief Justice of Dash High Court. തെലങ്കാന, കേരള, ആന്ധ്രാപ്രദേശ്, തമിഴ്നാടു. ഏതാണ്? തെലങ്കാനയിലാണ്. ജസ്റ്റിസ് ഹിമ കോഹ്ലി has become the first woman Chief Justice of Telangana High Court. Option A is the right answer. Which of the first country to approve COVID-19 vaccine of Oxford AstraZeneca? USA, ഇംഗ്ലണ്ട്, ജപ്പാൻ, ഇന്ത്യ. ഏതാണ് ഉത്തരം? നമുക്ക് കോവിഡുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉറപ്പായിട്ടും പഠിക്കണം. കാരണം കോവിഡ് ഈ അടുത്ത കാലത്ത് നിങ്ങൾ കോവിഡ് അതുപോലെ തന്നെ തൊട്ടു പുറകെ ഇപ്പൊ ഇഷ്ടംപോലെ അസുഖങ്ങൾ വരുന്നുണ്ടല്ലേ. ഇപ്പൊ ഒരു അപൂർവ വൈറസ് കണ്ടുപിടിച്ച് അപൂർവ വൈറസിനെ കുറിച്ച് പറയാറുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് അപ്പൊ ഏറ്റവും പുതിയ രോഗങ്ങളെ കുറിച്ചൊക്കെ ഒരു ചെറിയൊരു അവയർനെസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പൊ കോവിഡിന്റെ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇംഗ്ലണ്ട് ആണ്. ഇംഗ്ലണ്ട്. Who became the first woman fighter pilot to participate in the Republic Day flight past? ഇത് നമുക്ക് അറിയായിരിക്കും എല്ലാവർക്കും, കാരണം ആ സമയത്ത് പേപ്പറിൽ സ്ഥിരമായിട്ട് വന്നിട്ടുള്ളതാണ്. ആരാണ് ആദ്യത്തെ വുമൺ ഫൈറ്റർ പൈലറ്റ്? റിപ്പബ്ലിക് ഡേ ഫ്ലൈറ്റ് പാസ്റ്റിൽ പങ്കെടുത്ത ആ ആദ്യത്തെ വനിതാ പൈലറ്റ് മാത്രമല്ല ഫൈറ്റർ പൈലറ്റ്. അപ്പോൾ ഭാവന കാന്ത്, ഷാഹില ധാമി, ആവനി ചതുർവേദി, മോഹന സിംഗ് ജിതർവാൾ. ഭാവന കാന്ത് is the right answer. Which one country became the first country to receive the Indian COVID-19 vaccine? Maldives, Bhutan, Nepal, Sri Lanka. ഏതാണ്? Which country became the first country to receive the Indian COVID-19 vaccine is Bhutan. Kurt Lewin contributed significantly in the development of action research, micro teaching, motivation, assessment. ഇതെന്തായാലും പഠിക്കാതിരിക്കില്ല. ഈ സെക്ഷൻ എന്തായാലും പഠിക്കാതിരിക്കില്ല. ഈ സെക്ഷൻ എന്തായാലും ചോദ്യങ്ങളും ഉണ്ടാവും അല്ലെ. Kurt Lewin contributed significantly in the development of action research. അപ്പൊ നമ്മൾ ആ പെഡഗോഗിക്കൽ പോർഷൻ ഒക്കെ നമ്മൾ പഠിക്കും. അപ്പൊ അതെല്ലാം നമുക്ക് അറിയണം. ആക്ഷൻ റിസർച്ച്. Which characteristic of a good evaluation tool is connected to internal consistency of the items? Validity, reliability, comparability, objectivity. ഏതാണ്? Reliability. Reliability is the right answer. What type of reinforcement is used by the teacher when she allowed a naughty child in her class whom she had forcefully seated in the front bench to sit with his friends when he behaved well in the class? നല്ലൊരു ചോദ്യം അല്ലേ. ഒരു ടീച്ചർ ആവാൻ പോകുന്ന ആളോട് കൃത്യമായിട്ട് ചോദിക്കേണ്ട ചോദ്യമാണ്. എന്ത് ടൈപ്പ് റീഇൻഫോഴ്സ്മെന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്? ഒന്ന് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, ബി നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, സി ടോക്കൺ റീഇൻഫോഴ്സ്മെന്റ്, ഡി വെർബൽ റീഇൻഫോഴ്സ്മെന്റ്. എന്താണ് ഉത്തരം? ഓപ്ഷൻ ബി, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് is the right answer. 19th question. Theory of conservation comes under which stage of cognitive development according to Piaget? Sensory motor stage, pre-operational stage, concrete operational stage, formal operational stage. നിങ്ങൾക്കറിയാലോ നമ്മുടെ സൈക്കോളജി ക്ലാസ് ഒക്കെ എന്നും മുന്നിട്ട് നിൽക്കുന്ന ക്ലാസ്സുകളാണ്. കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഇതിൽ ഒരു പ്രയാസവും ഇല്ല. വളരെ എളുപ്പത്തിൽ ഉത്തരം കിട്ടാവുന്ന ഒന്നാണ്. പിയാഷെ, ബ്രൂണർ, വൈഗോട്സ്കി, ഇവരെയൊന്നും നമുക്ക് വിട്ടിട്ട് ഒരു കാര്യവുമില്ല. അപ്പൊ ഇവരൊക്കെ നമുക്ക് പഠിക്കേണ്ടി വരും. എന്താണ് ഉത്തരം? കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. Question number 20. Two statements are given below regarding diagnostic test. First statement, it is conducted to evaluate all students in the class. Second statement,
സ്റ്റുഡൻസ് ആർ അനലൈസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ഇൻകറക്റ്റ് ആൻസേഴ്സ്. രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ആ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിനെ സംബന്ധിച്ചുള്ള രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. ബോത്ത് S1 and S2 are true. Both S1 and S2 are false. S1 is true but S2 is false. S1 is false but S2 is true. ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. S1 is false. It is conducted to evaluate all students in the class. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. But students are analyzed on the basis of incorrect answers. S2 is true. അപ്പോൾ ഓപ്ഷൻ ഡി is the right answer. നമ്മളിവിടെ 20 ക്വസ്റ്റ്യൻസ് സെക്ഷൻ എയിലെ കോർ സബ്ജക്റ്റ് അല്ല, സെക്ഷൻ എയിലെ 20 ചോദ്യങ്ങളാണ് ആൻസർ ചെയ്തത്. 3 ആയിട്ടാണ് നമ്മുടെ സിലബസിൽ കിടക്കുന്നത്. അപ്പൊ അതില് പ്രീവിയസ് ഇയറിൽ വന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് എല്ലാ പോർഷൻസും ടച്ച് ചെയ്തുകൊണ്ട് തന്നെയാണ് പോയിരിക്കുന്നത്. അപ്പൊ എല്ലാ പോർഷൻസും ടച്ച് ചെയ്ത് തന്നെ പോവുക. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ എങ്ങനെയാ പഠിച്ചു തീർക്കുക. കോൺസ്റ്റിറ്റ്യൂഷനിലൊക്കെ സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. റിട്ടൊക്കെ ആ കൂട്ടത്തിൽ പെട്ടതാണ്. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതൽ എംഫസിസ് കൊടുത്തായിരിക്കും നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് ആൻസർ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും ആ ഫ്ലോയിൽ തന്നെ പഠിച്ചു വരിക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ് ഉണ്ടാവും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളെ കൊണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കും. അപ്പോൾ ഇതൊന്നും വലിയ പ്രയാസമായിരിക്കില്ല. കഴിഞ്ഞുപോയ പരീക്ഷകളിലൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് 20-ൽ 18, 19, 20 വരെ സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ എൻട്രിയില് ഫസ്റ്റ് റാങ്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. തൃശ്ശൂരും തിരുവനന്തപുരത്തും ഒക്കെ ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കുകളും ഒക്കെ കിട്ടിയിട്ടുണ്ട് എൻട്രിക്ക്. അപ്പൊ എൻട്രിയുടെ പരിശീലനം എപ്പോഴും ചിട്ടയായ പരിശീലനമാണ്. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ കൂടെ എന്നും എപ്പോഴും എൻട്രിയുടെ അധ്യാപകർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഏത് നേരത്ത് സംശയത്തിനാണെങ്കിലും നിങ്ങളുടെ സംശയം ദൂരീകരിക്കാനാണെങ്കിലും എൻട്രിയുടെ മെന്റേഴ്സും അതുപോലെ തന്നെ എൻട്രിയുടെ ടീച്ചേഴ്സും ഒക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് പരീക്ഷ എഴുതാനായിട്ട് തയ്യാറെടുക്കാം. നാളെ നീളയാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ ഈ നിമിഷം തന്നെ എല്ലാവരും പഠിക്കാനായിട്ട് തയ്യാറെടുത്തോളാം. നമുക്കിനിയും കാണാം. നന്ദി, നമസ്കാരം.